ഓം നമോ ഭഗവതേ വാസുദേവായ. സംപൂജ്യരായ സജ്ജനങ്ങളെ, ഇന്ന് ഈ കലിയുഗത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സംശയമാണ്. ഓരോ ഭഗവാൻ 33 മുക്കോടി ദേവന്മാരുണ്ട്. അതിൻ്റെ മുകളിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, അതിൻ്റെ മുകളിൽ ദേവി, അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ പരമാത്മ. അപ്പോൾ ഈ ഭഗവാൻ കൃഷ്ണന് മറ്റുള്ളവരിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് സത്യം പരം ധീമഹിം. ആ പരമമായ സത്യം ശ്രീകൃഷ്ണൻ തന്നെയാണ്. അതായത് മറ്റു ദേവന്മാർക്കില്ലാത്ത നിരവധി മഹിമകൾ ഭഗവാൻ കൃഷ്ണനുണ്ട്. ഒന്നാമത്തെ അവതാര മഹിമ. മറ്റു ദേവന്മാരിലൊന്നും നമ്മൾ അവതാരം കണ്ടിട്ടില്ല. അർജുനന് ആ യുദ്ധഭൂമിയിൽ വെച്ച് ആ ഭഗവാൻ കാണിച്ചു കൊടുക്കേണ്ട വിശ്വരൂപം. അപ്പോൾ വിശ്വരൂപ മഹിമ ഭഗവാൻ ശ്രീകൃഷ്ണന് മാത്രമുള്ളതാണ്. കാരണം എന്താണെങ്കിൽ അക്രൂരന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ക്ഷീരസാഗരൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, യശോദാമ്മയ്ക്ക്. അപ്പോൾ ഇതൊന്നും മറ്റു ദേവന്മാരിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ വിശ്വരൂപ മഹിമ അത് ഭഗവാൻ കൃഷ്ണന് മാത്രമുള്ളതാണ്. പിന്നെ മറ്റു ദേവന്മാരിൽ നിന്നുള്ള വേറൊരു വ്യത്യാസം എന്താണെങ്കിൽ കൃഷ്ണന് നിരവധി ഭാവങ്ങളുണ്ട്. ഒരു മുട്ടുകുത്തിയ കൃഷ്ണനെ നമുക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഒരു ഓടക്കുഴൽ കൃഷ്ണനെ കാണാം. പിന്നെ ഒരു വിട്ടപ്പ കൃഷ്ണനെ കാണാം. അതായത് കൃഷ്ണന് ബാലഭാവം, കുമാരഭാവം, ശൈശവഭാവം, കൗശികഭാവം. ഇങ്ങനെ മറ്റു സുബ്രഹ്മണ്യന് മാത്രമേ എനിക്ക് സംശയമുള്ളൊരു ബാലഭാവം, ബാക്കിയൊരു ദേവന്മാർക്കും ഇല്ല. അപ്പം മറ്റു ദേവന്മാർക്കില്ലാത്ത ഒരു മഹിമ കൃഷ്ണനാണ്. പിന്നെ കൃഷ്ണൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുമ്പോൾ ഭ എന്ന് ഉദ്ദേശിക്കുന്നത് മുഴുവൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ കുറിച്ച് എന്നർത്ഥം. അപ്പോൾ ഭാഗവതം ആദ്യത്തെ അക്ഷരം ഭ എന്നാണ്. അതാരെക്കുറിച്ചാണ്? കൃഷ്ണനെ കുറിച്ചാണ്. ദേവിയെക്കുറിച്ചാണെങ്കിലോ ദേവി ഭാഗവതം എന്ന് പറയും. അതുപോലെ തന്നെ നമുക്കറിയാം ഭഗവത്ഗീത കൃഷ്ണനെ കുറിച്ചാണ്. അപ്പോൾ ഭഗാരം, ആ ഭ എന്ന് പറയുന്നത് ഭജനയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ഭജനയാണ്. സുബ്രഹ്മണ്യന് പോകുകയാണെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ ഭജന എന്ന് പറയും. അപ്പം മറ്റു ദേവന്മാരിൽ നിന്നുള്ള ഒരു പ്രത്യേകതയാണ് ശ്രീകൃഷ്ണ ഭഗവാന്. അതാണ് ഭാഗവതത്തിൻ്റെ തുടക്കം തന്നെ പറയുന്നുള്ളൂ, സത്യം പരം ധീമഹിം. സത്യം പരം ധീമഹിം. ആ പരമമായ സത്യത്തെ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ധീമഹിം, ആ പരമമായ സത്യം വ്യാസമഹർഷി എഴുതി. സത്യം പരം ധീമഹിം. നമുക്ക് പറയാം ആ പരമമായ സത്യം ശ്രീകൃഷ്ണൻ തന്നെ. അപ്പം മറ്റു ദേവന്മാരിലില്ലാത്ത നിരവധി പ്രത്യേകത ശ്രീകൃഷ്ണനുണ്ട്. ഇപ്പോൾ ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ശ്രീകൃഷ്ണൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണോ ശ്രീകൃഷ്ണ കഥകൾ? എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. ഇപ്പോൾ കൃഷ്ണൻ കുട്ടിക്കാലത്ത് ഉരലിൽ കെട്ടിയിട്ടു. അതെന്നെ സംശയമുണ്ട്, എന്താണ്ടായത്? ഉരലിൽ കെട്ടിയിട്ടു അതോ ഉരലിനെ കൃഷ്ണൻ കെട്ടിട്ടോ എന്നറിയാത്ത ഉരലും കൊണ്ടുകൂടുകയാണല്ലോ. അപ്പോൾ കുട്ടിക്കാലത്ത് കൃഷ്ണൻ വെണ്ണ കെട്ടുന്നു. ഈ മോഷ്ടിച്ചതെല്ലാം തന്നെ ഇന്നും ജനങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആനന്ദിക്കുക. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു മോഷ്ടാവാണെങ്കിൽ ഈ മോഷ്ടാവിനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമോ? അപ്പോൾ ആലോചിച്ച് നോക്കും ആ ഭഗവാൻ കൃഷ്ണൻ്റെ മഹിമ. അന്ന് കൃഷ്ണൻ ചെയ്തിട്ടുള്ള ആ ഓരോ ബാലലീലകളും ഇന്ന് കൂടി വരികയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ എത്താൻ 5 ഭാവങ്ങളുണ്ട്. അതിലൊന്നെന്താണെങ്കിൽ ശാന്തഭാവം. ശാന്തഭാവം എന്ന് പറയുക എപ്പോഴും നാമം ചൊല്ലുമ്പോൾ ആ ഭഗവാനിൽ ശാന്തഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈ ശാന്തഭാവം ഉണ്ടായ ആൾക്കാരൊക്കെ ഗോലോകത്തിൽ ചെന്നാൽ അവിടെ കസേരയായിട്ടോ വൃക്ഷങ്ങളായിട്ടോ ഭവിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ശ്രീകൃഷ്ണ ഭഗവാനിൽ എത്തിച്ചേരണമെങ്കിൽ ഒരു 9 ഘടകങ്ങൾ ഉണ്ടെന്ന് പറയും. 1, 2 അല്ല. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ ചിന്തിച്ചെന്താണെങ്കിൽ ഈ ഭഗവത്ഗീതയിലെ ആ 12ാം അധ്യായത്തിൽ ഭക്തിയോഗത്തിൽ ആ 8, 9, 10, 11, 12 അർജുനോട് ചോദിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യമുണ്ട്, അർജുന നീ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും എന്നെ വരിക്കുക, എന്നിൽ മാത്രം നീ മനസ്സ് ഉറപ്പിക്കുക, എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക, എൻ്റെ എല്ലാ പരിഭ്രമവും മാറും, ക്ഷീണവും മാറും. ചെയ്തുകൂടെ എനിക്ക് സൗകര്യമില്ല. ഹേയ് അതെന്താ അർജുന നീ അങ്ങനെ പറഞ്ഞ? നീ മനസ്സ് മുഴുവൻ എന്നെ അർപ്പിക്കേ. ഭഗവാനെ എന്നെ കൊണ്ട് കുട്ടിയെ കൂടില്ല. അതെന്താ? ഞാൻ കേട്ടിട്ടുണ്ട് വൃന്ദാവനത്തിൽ ഗോപികമാരും ഗോപാലകന്മാരും ഭഗവാനെ തന്നെ മനസ്സിൽ സ്മരിച്ചു.
ഒരു ദിവസം ഒരു ഗോപിക ഒരു കുട്ടിയെ മുഖത്ത് വെച്ച് ഇങ്ങനെ ഓടിയിട്ട് ആ വെള്ളം കോരണം തോന്നി. അപ്പോൾ തൊട്ടി വേഗം കയറുമ്പിൽ കെട്ടിയിട്ടാണല്ലോ അന്നത്തെ കാലത്ത് ഗോപികമാർ വെള്ളം കോരുക. ഈ തൊട്ടിക്ക് പരം കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് കുട്ടിയെ കെട്ടി കയറ്റിയിട്ടുണ്ട് ഒരു ഗോപിക. അപ്പം അങ്ങേലെ കൂടുതൽ നമ്മൾ മനസ്സർപ്പിച്ചാൽ സംഗതി ശരിയാവില്ല. എന്നാൽ വേണ്ട, നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ടി ജോലി ചെയ്യും. അർജുനോട് ചോദിക്കുക അടുത്ത ശ്ലോകത്തിൽ. അപ്പം അർജുനൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. അതെന്താ അർജുന നീ എങ്ങനെ പറഞ്ഞു? നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യേ. അങ്ങേക്ക് അറിയില്ലേ, അങ്ങൊരു ബിസിനസ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ MD ആണ് ഭഗവാൻ. അങ്ങയുടെ കീഴിലാണ് 33 മുക്കോടി ദേവന്മാരും ജോലി ചെയ്യണത്, അതായത് മാനേജർമാർ. ദേവേന്ദ്രൻ അങ്ങയുടെ മാനേജറാണ്, സൂര്യ ഭഗവാൻ അങ്ങയുടെ. അപ്പോൾ ഈ ഓരോന്നും ഡിവിഷൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അങ്ങയുടെ ഒരു മാനേജറായ ഈ ദേവേന്ദ്രൻ അങ്ങയെ ടെസ്റ്റ് ചെയ്തില്ലേ? 7 ദിവസം അങ്ങ് ലീവ് എടുത്തില്ലേ MD ഗോവിന്ദഭട്ട അഭിഷേക സമയത്ത്? അന്ന് അങ്ങയുടെ മഹിമ ടെസ്റ്റ് ചെയ്ത ആളാണ് മാനേജർ. അതുകൊണ്ട് എന്നെ കൊണ്ട് അത് കൂട്ടിയാൽ പറ്റില്ല. എന്നാൽ അർജുന നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് കിട്ടുന്ന പ്രതിഫലം മുഴുവൻ എനിക്ക് താ. എനിക്ക് തരാൻ പറ്റില്ല. അതെന്താ അർജുന? രന്തിദേവൻ 41 ദിവസം വ്രതം എടുത്തു അങ്ങയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് എന്തുണ്ടായി? തനിക്ക് പാരണം വീട്ടാനുള്ള വെള്ളം അത് ഭിക്ഷക്കാരൻ വന്ന് കൊടുത്തു. അവസാനം വെള്ളം കൂടി കിട്ടിയില്ല. അതുകൊണ്ട് അങ്ങയ്ക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യാം അർജുന, നീ ജ്ഞാനം എനിക്ക് പറ്റില്ല. മഹർഷിമാരുടെ കാര്യം അറിയാം, സനകാദി മഹർഷിമാരുടെ, അതും എനിക്ക് പറ്റില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, എല്ലാം എന്നിൽ സമർപ്പിക്കുക, സകലതും അന്തേ നാരായണനിൽ സമർപ്പിക്കുക. അതാണല്ലോ നമ്മൾ പറയുന്നത്, കായേന വാച മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം കരോമി. എല്ലാം നമ്മൾ നാരായണേതി സമർപ്പയാം, എല്ലാം ഭഗവാനിൽ സമർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മനസ്സ് വളരെ ശാന്തമായി കിട്ടും. അപ്പോൾ ആ ശാന്തഭാവത്തിൽ, അത് ഭഗവത്ഗീത ഭക്തിയോഗത്തിൽ വളരെ ഇതാണ്. അതായത് ഭഗവത്ഗീത 3 സെക്ഷനായിട്ടാണല്ലോ. 18 ശ്ലോകം. ആദ്യത്തെ 6 ശ്ലോകം കർമ്മയോഗം, അവസാനത്തെ 6 ശ്ലോകം ജ്ഞാനയോഗം, പിന്നെ നടുവിലുള്ള ആ 6 യോഗമാണ് ഭക്തിയോഗം. എന്തിനധികം നമ്മൾ പറയുന്നു, ഭഗവത്ഗീത മോഡലല്ലേ ഗുരുവായൂരമ്പലം സൃഷ്ടിച്ചത്? ഈ ഉള്ളവനൊരു യുക്തി തോന്നിയതാ. കാരണം എന്താ വെച്ചാൽ ഭക്തന്മാരൊക്കെ കിഴക്ക് നടന്ന് അങ്ങോട്ട് പോവുകയാണ്. കാരണം എന്താ? ഭക്തന്മാർക്ക് പോകാനുള്ള വഴിയാണ് ആ ക്യൂവിൽ നിന്ന് പോവുക. അപ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ടം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഭക്തിയോഗമാണ് നേരെ കാണുന്ന നടയും. ഇടത്തോട്ടും കൂടി പോയി അയ്യപ്പൻ്റെ കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നാലമ്പലത്തേക്ക് ഒരു വഴിയുണ്ട്. ആ ഡോർ എന്താണെങ്കിൽ അവിടെ കർമ്മയോഗ, ആ ക്ഷേത്രത്തിൽ ആവശ്യമായ പായസം ഇതൊക്കെ പാചകം ചെയ്യുന്ന കീശാന്തിമാർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കർമ്മം ചെയ്യുന്ന ആൾക്കാർ കർമ്മയോഗമാണ് അവിടെ. എന്നിട്ട് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നാൽ വടക്ക് ഭാഗത്ത് നാലമ്പലത്തേക്ക് ഒരു വഴിയുണ്ട്. അവിടെ എന്താണ്? ജ്ഞാനയോഗ. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാലോ, ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് ജ്ഞാനമുള്ളവർക്ക് മാത്രം പ്രവേശിക്കാനുള്ള വഴി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയുള്ള പരിചാരകന്മാർ ക്ഷേത്രത്തിൽ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കേണ്ട ആൾക്കാർക്ക് മാത്രം. അപ്പോൾ അവിടെ ജ്ഞാനയോഗ. പിന്നെ തിരിച്ച് നമ്മൾ ഭക്തിയോഗക്കാർ ഉള്ളിൽ കിടന്നാൽ എല്ലാം മനസ്സിലായ എല്ലാവർക്കും പോകും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ആ ഗുരുവായൂർ ക്ഷേത്ര മഹിമ, ആ ഭഗവത്ഗീത മോഡലല്ലേ 3 വാതിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എത്ര കടലിൽ തിരകളെ നമുക്ക് എണ്ണാൻ പറ്റില്ല. എണ്ണമാരിയ ഗുരുവായൂരപ്പൻ്റെ ആ മഹിമ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും.